നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷോൾഡർ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഗ്രേറ്റ് പോസ്റ്ററാണ് ഡോൾഫിൻ പുഷപ്പ്. യോഗയിൽ ഇൻവേർഷൻ പോലുള്ള പോസ്റ്റേഴ്സ്, അഡ്വാൻസ് ആയിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഷോൾഡർ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ നമ്മുടെ ഹെഡ് സ്റ്റാൻഡ് ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു പ്രിപ്പറേറ്ററി സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഡോൾഫിൻ പുഷപ്പ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡോൾഫിൻ പുഷപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡോൾഫിൻ പുഷപ്പ് ചെയ്യുന്നതിനായിട്ട് ആദ്യം നമുക്ക് വജ്രാസന പോസ്റ്റിലിരിക്കാം. വജ്രാസനയിൽ ഇരുന്നതിന് ശേഷം നമ്മുടെ കൈയും നീയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് മെഷർ ചെയ്യുന്നത്. അതിനുവേണ്ടി കൈകൾ സ്ട്രെച്ച് ചെയ്യുക. എൽബോ നമ്മൾ എവിടെയാണോ പ്ലേസ് ചെയ്യുന്നത് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ നീയിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. അതിനുശേഷം കൈകൾ രണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് പിടിക്കുക. ഇനി നമ്മുടെ അപ്പർ ബോഡി ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്യുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഷോൾഡർ എൻഗേജ് ചെയ്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ. അതിനായിട്ട് നമ്മുടെ എൽബോ താഴെ നന്നായി പ്രസ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ടക്ക് ചെയ്ത് പിടിക്കുന്നു. ടോസ് ടക്ക് ചെയ്യുന്നു, ഹിപ്പ് മുകളിലേക്ക് ഉയർത്തുക, ഹീൽസ് താഴെ ഡ്രോപ്പ് ചെയ്യരുത്, ലിഫ്റ്റ് ചെയ്തിരിക്കണം. അതിനുശേഷം നമ്മുടെ ചിൻ റിസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു ഇൻഹെയിൽ ചെയ്തുകൊണ്ട്. എക്സേൽ ബാക്ക്, ഇൻഹേൽ ചിൻ ഫോർവേഡ്, എക്സേൽ ബാക്ക്, ഇൻഹേൽ എക്സേൽ. ഇവിടെ മേക്ക് ഷുവർ ചെയ്യേണ്ടത് നമ്മുടെ ഹീൽസ് എലിവേറ്റ് ചെയ്തിരിക്കണം. ലിഫ്റ്റ് അപ്പ്, ഹീൽസ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. അഗെയിൻ ഇൻഹേൽ, exhale, inhale, exhale, and slowly knees down, relax in child pose. ഈ പോസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഹിപ്പ് എലിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഹീൽസ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. കൈയുടെയും നീയുടെയും ഡിസ്റ്റൻസ് അത് എപ്പോഴും ഒരേപോലെ ആയിരിക്കണം. നമ്മുടെ ഷോൾഡർ എൻഗേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരുപാട് സ്ലൈഡ് ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ എൻഗേജ് ചെയ്തുകൊണ്ട് വേണം ഇത് ത്രൂ ഔട്ട് പ്രാക്ടീസ് ചെയ്യാൻ. ഇതുപോലുള്ള യോഗ ആസനാസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.